അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു ദിവസത്തെ ഒരു പൂർണ്ണമായൊരു പകൽ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഒരവസാന ഘട്ടത്തിലാണ് നമ്മളേവരും ഉള്ളത്. എപ്പോൾ അവസാനിക്കുന്നോ അപ്പോൾ പോകാം എന്നുള്ള ഒരു നിയത്തിലാണ് എല്ലാവരും ഉള്ളത് എന്നറിയാം. ഒരു സമാപനം എന്ന നിലക്ക് ചില കാര്യങ്ങൾ നമ്മളെല്ലാവരോടും, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഒരു മഹത്തായ കൂട്ടായ്മയ്ക്ക് പിന്നിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചലനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ, ആ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും ഇടയ്ക്കിടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഇസ്ലാം, ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളിലൂടെ, താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ, വലിയ പണ്ഡിതന്മാരിലൂടെ, ഒരറിവുമില്ലാത്ത, ലോകത്താരും വിലമതിക്കാത്ത ചെറിയ സാധാരണക്കാരിലൂടെ, വലിയ സമ്പന്നന്മാരിലൂടെ, ആരും അവഗണിക്കുന്ന ദരിദ്രന്മാരിലൂടെ, അങ്ങനെ പലവിധ സമൂഹത്തിൻ്റെ തട്ടുകളിലുള്ള ആടുകളിലൂടെയാണ് നമുക്ക് ഏവർക്കും, നമ്മൾ ഇന്നിവിടെ ഈ കരുവന്തിരുത്തിയിൽ, ഈ കോഴിക്കോട് ജീവിക്കുമ്പോൾ നമ്മളിലേക്കും ഇസ്ലാം എത്തിപ്പെട്ടത് അങ്ങനെ പല വഴികളിലൂടെയാണ്. അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ പല ആളുകളുടെയും ജീവൻ അവർ അള്ളാഹുവിന് വേണ്ടി കൊടുത്ത സന്ദർഭങ്ങൾ കാണാൻ കഴിയും. നിരവധി സമ്പത്ത് കൊടുത്തവരെ കാണാൻ കഴിയും, സമയം കൊടുത്തവരെ കാണാൻ കഴിയും, ഊർജം കൊടുത്തവരെ കാണാൻ കഴിയും, ആയുസ് കൊടുത്തവരെ കാണാൻ കഴിയും. മാതാപിതാക്കളെയും മക്കളെയും ഇണകളെയും അള്ളാഹുവിന് പണയം വെച്ച ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഈ ദീനിൻ്റെ മഹത്വവും ശരിയായ ആദർശത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അത് ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് കഴിയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി വരുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അതിൻ്റെ വില എപ്പോഴും നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും പറയുമ്പോൾ പറയാറുള്ളത് പോലെ നഷ്ടപ്പെടുന്ന വക്കിലെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എല്ലാ കാര്യങ്ങളുടെയും വില നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നും ലോകത്ത് ശരിയായി ദീൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത, ജീവിക്കാൻ കഴിയാത്ത, അള്ളാഹു എന്ന നാമം ജീവിതത്തിൽ ശരിയായി ഉച്ചരിക്കാനോ എഴുതാനോ പോലും അറിയാത്ത, എന്നാൽ അതേസമയം പാരമ്പര്യമായി മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? നമ്മുടെ ഇന്ത്യയിലില്ലേ അങ്ങനത്തെ ആളുകൾ? അള്ളാഹു എന്നത് എഴുതാൻ പോയി ഇവിടെ നിന്നുള്ള ആളുകൾ, നമ്മുടെ മുൻഗാമികളൊക്കെ പോകുമ്പോൾ ഉത്തരേന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലുള്ള കുട്ടികളോട് അള്ളാഹു എന്ന് എഴുതാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് എഴുതാൻ കഴിയാത്ത ആളുകളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടില്ലേ? നമുക്കിപ്പോഴും ഒരുപക്ഷെ അങ്ങനെയുള്ള പല അനുഭവങ്ങളെയും കുറിച്ച് നമ്മൾ കേൾക്കാറും വായിക്കാറുമില്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആധുനിക ലോകം വലിയ പുരോഗമനവും ഇത്രയധികം മാധ്യമങ്ങളും ഒക്കെ, അതെല്ലാ വിഷയങ്ങളും വാർത്തകളും കാര്യങ്ങളും ഒക്കെ അറിയാൻ സാധ്യതയുള്ള ഈ ലോകത്ത് പോലും അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഈ ദീൻ അങ്ങനെ തന്നെയാണ് ഈ ലോകത്ത് മുഴുവൻ എത്തിയതും. അങ്ങനെ ഒരുപാട് ആളുകളുടെ ചെറിയ ചെറിയ പരിശ്രമങ്ങൾ ചേർന്ന് അത് പിന്നെ വലുതായി അങ്ങനെ തന്നെയാണ് ഈ ലോകം മുഴുവൻ ഈ ദീൻ വ്യാപിച്ചതും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ദീൻ, അതിൻ്റെ പ്രചാരണത്തിൻ്റെ, പ്രബോധനത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ സ്വഹാബികൾ മനം മടുത്ത് ആശങ്ക പറഞ്ഞിട്ടുണ്ട്. വയ്യ പ്രവാചകരെ എന്നല്ല, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? ഞങ്ങളിങ്ങനെ തീ തിന്നുകയും കഷ്ടപ്പെടുകയും ഞങ്ങളെ ഖുറൈശികൾ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തത് കണ്ട് പ്രവാചകരെ, അലാ തസ്തൻസിറു ലനാ, പടച്ചവനോട് നിങ്ങൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് വിഷമം കൊണ്ട് ചോദിച്ച ഖബ്ബാബ് ഇബ്നുൽ അർത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്ത് തൻ്റെ വിരിപ്പ് ഒരു തലയിണയാക്കി അതിങ്ങനെ ചുരുട്ടി വെച്ച് കിടന്നുറങ്ങുമ്പോഴായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകന്റെ മുഖം വിവരണമായി അള്ളാഹുവിൻ്റെ റസൂൽ ആ പരാതി പറയാൻ വന്ന അത്രയേറെ വിഷമം കൊണ്ട് ആ ചോദ്യം ചോദിച്ച സ്വഹാബിയോട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ തിരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. ഖദ് കാന മൻ ഖബ്ലക്കും, നിങ്ങൾ ഇപ്പോൾ എന്നോട് ഖബ്ബാബ് നീ പരാതി പറയുന്നു, നിങ്ങൾക്ക് മുമ്പൊരു സമൂഹം ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഞാൻ ഇവിടെ പ്രവാചകനായി വരുന്നതിന് മുൻകാലത്ത് ഈ ഇസ്ലാമിനെ ഏറ്റെടുത്ത ആളുകളും സമൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യുഖദുർ റജുൽ, ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഒരു കുഴി കുത്തി അതിലേക്ക് നിർത്തി അയാളെ ഈർച്ചവാൾ കൊണ്ട് രണ്ടായി പകുത്ത സമൂഹങ്ങൾ മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള ചീർപ്പ് കൊണ്ട് അയാളുടെ ഞരമ്പുകളും മാംസങ്ങളും പുറത്തു കാണുന്ന വിധം അയാളുടെ ശരീരത്തിലൂടെ ആ ഇരുമ്പ് കൊണ്ടുള്ള ചീർപ്പ് കൊണ്ട് ഈരിയ സമൂഹങ്ങൾ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മാ യസുദ്ദുഹു ദാലിക അൻ ദീനി, അതൊന്നും അവരെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരിക്കലും പര്യാപ്തമായിരുന്നില്ല. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, ഈ ദീൻ അല്ലാഹു പൂർത്തീകരിക്കുകയും ചെയ്യുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂൽ ശുഭപ്രതീക്ഷ കൊടുക്കുകയാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. യമനിലെ സ്വനായിൽ നിന്ന് ഹദറമൗത്ത് വരെ ഒരാളെയും പേടിക്കാതെ അല്ലാഹുവിനെ മാത്രം ഭയന്നുകൊണ്ട് തൻ്റെ കൂടെയുള്ള ആട്ടിൻപറ്റങ്ങളെ പിടികൂടുന്ന ചെന്നായ്ക്കളെയും അല്ലാഹുവിനെയും അല്ലാതെ മറ്റാരെയും ഒരാളെയും ഭയക്കാതെ അത്ര നിർഭയമായി ഈ ദീനിൻ്റെ കീഴിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ആളുകൾ സ്വസ്ഥമായി യാത്ര ചെയ്യുന്ന കാലം വരും. വലാകിന്നകും തസ്താജിലൂൻ, പക്ഷേ ഖബ്ബാബ് നീയും നിന്നെപ്പോലെയുള്ള ആളുകളും, നിങ്ങൾ എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ പ്രയോഗിച്ചത്. ഖബ്ബാബിനെ മാത്രം ഉദ്ദേശിച്ചല്ല. ഖബ്ബാബ് വലാകിന്നകും തസ്താജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. ഇത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ദീൻ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാലത്ത് ഖബ്ബാബ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ, പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ സദസ്സിൽ സ്വഹാബികളുടെ സദസ്സിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തൻ്റെ വസ്ത്രം ഉയർത്തി കാണിക്കുമായിരുന്നു ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ശരീരത്തിൽ പീഡനങ്ങളും താടനങ്ങളും ഏൽക്കാത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല എന്ന് സ്വഹാബിമാർ കാണാൻ. അങ്ങനെയുള്ളൊരു മനുഷ്യനോട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന വാചകങ്ങൾ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസ് കൂടിയാണ്. ഈ ഹദീസ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ചില മാറ്റങ്ങൾ വരണമെന്ന്, നമ്മളിപ്പോൾ സുഖമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും അതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ, അതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ വളരെ ലളിതമായി വളരെ സുഖമായി നമുക്ക് അർഹതപ്പെട്ടതെന്തോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊരു സ്വസ്ഥതയോടുകൂടി അതിനെ ആസ്വദിക്കരുത് എന്നുകൂടി ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഒരു അറബി കവി ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെയും ത്യാഗങ്ങളെയും മുൻഗാമികൾ അനുഭവിച്ച കാര്യങ്ങളെയും ഇന്നത്തെ ആളുകളെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു അറബി കവി പാടിയത് നമുക്ക് കാണാൻ കഴിയും. ദഫഉ ദരീബത നസ്രിദ്ദീൻ മിൻ ദംഹിം വന്നാസു തസ്ഉമു നസ്റദ്ദീൻ മജ്ജാന. മുൻഗാമികളായ ആളുകൾ സ്വന്തം പ്രാണനും രക്തവും കൊണ്ട് ഈ ദീനിന് വേണ്ടി അവരത് ത്യജിക്കാൻ തയ്യാറായപ്പോൾ ഇന്ന് ചില ആളുകൾ മനസ്സിലാക്കുന്നത് ദീനിനെ സഹായിക്കുക, ദീനിയായി ജീവിക്കുക, ഇസ്ലാമിനുള്ളിൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുക, ഇതൊക്കെ മജ്ജാനൻ, ഇതൊക്കെ സൗജന്യമായി നമുക്ക് കിട്ടുന്നതാണ്, ഇതൊക്കെ ഒരു പണിയുമില്ലാതെ ഒരു ക്ലേശവും ഇല്ലാതെ ഇതൊക്കെ നിർവഹിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ഇന്ന് ചില ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം കവിതയിലൂടെ നമ്മോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഉൾക്കൊള്ളുന്ന ഈ ദീനിൻ്റെയും നമ്മൾ വളരെ സുഖമായി ഉദ്ധരിക്കുന്ന ഈ ഒരു എൻ്റെ സംസാരത്തിൽ പോലും ഞാൻ ഉദ്ധരിച്ച ഒരു ഹദീസിൻ്റെ വില പോലും മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് ഇന്നത്തെ ഇത്ര സൗകര്യങ്ങളുള്ള സമൂഹത്തിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരൊറ്റ ഹദീസിനു വേണ്ടി മാസങ്ങൾ യാത്ര ചെയ്ത പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ പഠിക്കാൻ പൈസ ഇല്ലാതെ സ്വന്തം വീടിൻ്റെ കഴുക്കോൽ ഊരിയെടുത്ത് വിറ്റിട്ടുണ്ട് എന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നടന്നു തീർത്ത വഴികൾ സ്വന്തം അദ്ദേഹം ഒരു ദരിദ്രനോ സമൂഹത്തിലെ ഏതെങ്കിലും അപരവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യനോ ആയിരുന്നില്ല. നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ പിറന്നൊരു മനുഷ്യൻ തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച അനന്തര സ്വത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച് അദ്ദേഹം നടത്തിയ യാത്രയുടെ മാപ്പ് പിൽക്കാല ആധുനിക പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ തർജുമ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ
ആ മാപ്പ് പിന്നീട് പുനഃസൃഷ്ടിച്ചു അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ച്. അതിനെ കൃത്യമായി പല കിലോമീറ്ററുകളാൽ രേഖപ്പെടുത്തിയ ആധുനിക പണ്ഡിതന്മാരുണ്ട്. സ്വന്തം ജീവിതം കൊണ്ട് ആ നടന്നുകൊണ്ട് കഴുതപ്പുറത്ത് എങ്ങനെയാണോ തനിക്ക് സാധ്യമെന്ന് കപ്പലിൽ അങ്ങനെയൊക്കെ ഇമാം ബുഖാരി യാത്ര ചെയ്ത് തീർത്തത് 16,000 കിലോമീറ്റർ ആണെന്നും 14,000 കിലോമീറ്റർ ആണെന്നും ഒക്കെ പണ്ഡിതന്മാർ പിന്നീട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഇത്ര കിലോമീറ്റർ എന്ന തോതിൽ അന്നത്തെ കാലത്ത് ഇമാം ബുഖാരി യാത്ര ചെയ്തു എന്നുള്ളതാണ്. എന്തിനായിരുന്നു ഇമാം ബുഖാരിക്ക് അതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ, എന്താണ് അതിന് പിന്നിൽ പ്രേരകമെന്ന് ചോദിച്ചാൽ, ഇമാം ബുഖാരിക്ക് സ്വന്തം അനന്തരമായി ലഭിച്ച സ്വത്ത് എന്തിനീ വഴിയിൽ ചെലവഴിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയായിരുന്നു ഇത്ര ത്യാഗം സഹിക്കേണ്ടി വന്നത്? അന്നത്തെ കാലത്ത് ഈ കണ്ട രാജ്യങ്ങൾ ഇന്നും മനുഷ്യനുണ്ടാക്കിയ അതിർത്തികളിൽ മാത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര രാജ്യങ്ങൾ അദ്ദേഹം കടന്നുപോയിരിക്കണം. ഇന്നത്തെ ബുഖാറ ഇന്ന് ഈ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഉസ്ബെക്കിസ്ഥാനിലാണ് ഇന്നത്തെ ബുഖാറയുള്ളത്. ഇന്ന് മനുഷ്യർക്ക് അത് പോയി കാണാം. പുരാതനമായ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചൈനയിൽ നിന്ന് യൂറോപ്പ് വരെ എത്തുന്ന വാണിജ്യ പാതയിലെ വളരെ പ്രധാനപ്പെട്ട നല്ല പരവതാനികൾ നിർമ്മിക്കുന്ന നല്ല വാസ്തുശില്പ കലകൾ ഉൾക്കൊള്ളുന്ന കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു ബുഖാറ. അവിടെ നിന്ന് യാത്ര ചെയ്ത് തൻ്റെ ജീവിത വൃത്തിക്ക് വേണ്ടി തനിക്ക് ശമ്പളം ലഭിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ജീവനോപാധി കണ്ടെത്താത്തത് കൊണ്ട് തൻ്റെ ഉള്ള സ്വത്ത് നാട്ടിൽ നിന്നാൽ തനിക്ക് നല്ല ജോലി കിട്ടില്ല എന്നതുകൊണ്ട് ഇമാം ബുഖാരി യാത്ര പുറപ്പെട്ടതായിരുന്നില്ല. 16,000-ലധികം കിലോമീറ്റർ ചെലവഴിച്ച് 16-17 കൊല്ലങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി അദ്ദേഹം ഈ സബറ്റിക്ക് വിജ്ഞാന സബറ്റിക്ക് ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ ദീൻ അത് കൃത്യമായി പഠിക്കുകയും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ്. അതിനു മുൻപ് ഖുറാസാൻ, ഈ പ്രദേശം ബുഖാറ, സമർക്കന്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്രദേശം ഖുറാസാൻ എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഖുറാസാനിലെ വലിയ പണ്ഡിതൻ, അനിഷേധ്യനായ പണ്ഡിതൻ എന്നറിയപ്പെട്ട ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയുടെ ശിഷ്യൻ കൂടിയാണ് ഇമാം ബുഖാരി. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി ക്ലാസ്സിനിടയിൽ ഒരിക്കൽ പറഞ്ഞതാണ്, നിങ്ങളിൽ ആരെങ്കിലും സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചിരുന്നെങ്കിൽ അതെത്ര നന്നായിരുന്നേനെ. കാരണം ഇമാം ബുഖാരിക്ക് മുമ്പ് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷേ സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളില്ല. ഇമാം മാലിക്കിൻ്റെ മുവത്ത ഉണ്ട്, പക്ഷേ ഇമാം അബ്ദുർ റസാഖിൻ്റെ മുസന്നഫ് ഉണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ കുറ്റമറ്റ രൂപത്തിൽ ക്രോഡീകരിച്ച ഗ്രന്ഥം നിലനിൽക്കുന്നില്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഹദീസ് ക്ലാസ്സിനിടയിൽ ഒരു വാക്ക് പറഞ്ഞു. കുറേ കുട്ടികളുണ്ട്. ഇമാം ബുഖാരി അത് പിന്നീട് രേഖപ്പെടുത്തി, ഫവഖഅ ദാലിക ഫീ ഖൽബി, അന്ന് എൻ്റെ ഹൃദയത്തിൽ അത് കൊണ്ടതാണ്. ആ വാക്ക്, ഉസ്താദിൻ്റെ വാക്ക്, അന്ന് എൻ്റെ കൽബിലാണ് വന്ന് തറച്ചത്. പിന്നീടാണ് അന്ന് ഇമാം ബുഖാരിക്ക് ഇത് പറയുന്ന സമയത്ത് 15 അല്ലെങ്കിൽ ഒരു 18 ഏകദേശം ആ ഒരു പ്രായത്തിലായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അന്ന് എൻ്റെ ഹൃദയത്തിൽ തറച്ചതാണ്. പിന്നീട് ഞാൻ അതിനു വേണ്ടിയുള്ള യാത്രകൾ ആരംഭിച്ചു. ഹദീസുകൾ ആയിരക്കണക്കിന് പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസുകൾ പഠിച്ചു, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കി. എന്നിട്ട് ഞാൻ ഈ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥം രചിക്കുകയുണ്ടായി. സ്വന്തം ചെലവിൽ നിന്ന്, സ്വന്തം സമ്പത്തിൽ നിന്ന്, സ്വന്തം ചെലവ്, യാത്രയുടെ മുഴുവൻ ചെലവും അദ്ദേഹത്തിൻ്റെ മാത്രം കയ്യിൽ നിന്നാണ് എടുത്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ, ഇങ്ങനെ ഇസ്ലാമിക ലോകത്ത് എത്രയോ പണ്ഡിതന്മാർ, അതിന് കാലദേശങ്ങൾ, ഭാഷ ഒരു വ്യത്യാസവുമില്ലാതെ ലോകത്ത് മുഴുവൻ അങ്ങനെ തന്നെയാണ് ഈ ഇസ്ലാം പ്രചരിച്ചതും ഈ ഇസ്ലാം മറ്റുള്ളവർക്ക് എത്തിയതും. നമ്മളെപ്പോലുള്ള ആളുകൾ ഇന്ന് വളരെ സുഗമമായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് എന്ന് പറയുന്നതും കേൾക്കുന്നതും അതിന് പിന്നിൽ ഒരുപാട് വർഷങ്ങളുടെയും ഒരു ആയുസിൻ്റെയും മുഴുവൻ ത്യാഗം ഉള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്രമാത്രം വലിയ മുൻഗാമികളായ വലിയ സലഫി പണ്ഡിതന്മാരുടെ നാടായിരുന്നു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പണ്ഡിതന്മാരുടെ ത്യാഗങ്ങളും ജീവചരിത്രങ്ങളും പോലും പൂർണ്ണമായി നമ്മൾ അവരോട് നീതി കാണിക്കുന്ന രൂപത്തിൽ വായിച്ചു പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചു മരിച്ചുപോയ മറ്റൊരു പണ്ഡിതനാണ് അബ്ദുൽ ഖയ്യൂം അർ-റഹ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ജവഹർലാലിനോടൊപ്പം നിൽക്കുന്ന ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ അതേ വേഷം ധരിച്ച അബ്ദുൽ ഖയ്യൂം അർ-റഹ്മാനിയെ കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പക്ഷേ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. 1918 ജനിച്ച അബ്ദുൽ ഖയ്യൂം അർ-റഹ്മാനി ഇന്നത്തെ യുപിയിലുള്ള വടക്കേ അറ്റത്തുള്ള നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന ദുധാവാനിയ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം, ഒരു സ്കൂളോ മദ്രസയോ പോലും ഇല്ലാത്ത ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം പിന്നീട് പഠിച്ചു വളർന്നു, വലിയ പണ്ഡിതനായി മാറി.
അവസാനം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് പകരമായി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അബ്ദുൽ ഖയ്യൂം റഹ്മാനിയുടെ മുമ്പിലേക്ക് വെച്ചത് 2 ഓഫറുകളാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു മന്ത്രിസ്ഥാനം തരാം, അല്ലെങ്കിൽ കശ്മീർ അതിൻ്റെ പ്രശ്നങ്ങൾ മൊത്തം തീരുമാനമായി കഴിഞ്ഞാൽ അവിടുത്തെ ഗവർണർ സ്ഥാനം നിങ്ങൾക്ക് തരാം. അന്ന് അദ്ദേഹം പ്രതികരിച്ചത്, എൻ്റെ ഉമ്മത്തിന്, എൻ്റെ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക്, എൻ്റെ സമൂഹത്തിന് ഇന്നത്തെ ഇതുവരെയുള്ള ആവശ്യം ഈ രാജ്യത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള സമാധാനവും സുസ്ഥിതിയുമാണെങ്കിൽ, ഇന്ത്യ സ്വതന്ത്രമാവുക എന്നതാണെങ്കിൽ, ഇന്ത്യ സ്വതന്ത്രമായി കഴിയുന്നതിന് ശേഷം എൻ്റെ മേഖല വേറെയാണ്. ഇനി എൻ്റെ ഉമ്മത്തിനാവശ്യം എൻ്റെ വൈജ്ഞാനികമായ കഴിവുകളെ ഞാൻ സമർപ്പിക്കലാണ്. അദ്ദേഹം അന്നും വളരെ വലിയ വൈജ്ഞാനികമായ ആഴമേറിയ പണ്ഡിതനാണ്. ഇന്ത്യയിലെ തലമുതിർന്ന സലഫി പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് നേടിയ വ്യക്തിയും കൂടിയാണ്. പിന്നെ ഒരു 10 വർഷം കൂടി സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീടും ജീവിച്ചു. 2008 അദ്ദേഹം മരിക്കുന്നത്. 2008 അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം പഠനവും അധ്യാപനവും നടത്തിയ, അദ്ദേഹം വിശിഷ്യ ഹദീസ് പഠിപ്പിച്ച സ്ഥലങ്ങൾ ഇന്ത്യയിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളും സലഫി സ്ഥാപനങ്ങളും മാത്രമല്ല, മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവിയും അമേരിക്കയിലെ പ്രസിദ്ധമായ പട്ടണങ്ങളും ഒക്കെ അദ്ദേഹം പഠിപ്പിച്ച സ്ഥലങ്ങളിലും ഉള്ള ശിഷ്യന്മാരിലും പെടും. ഇന്നും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ ക്ലാസ് എടുക്കുക പോലും ചെയ്യുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമിയെ പോലുള്ള, ബദ്ർ അൽ ഉതൈബിയെ പോലുള്ള ആധുനിക ലോകത്തെ തലമുതിർന്ന സലഫി പണ്ഡിതന്മാർ, 10,000 ശിഷ്യന്മാരുള്ള സലഫി പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ആളുകളാണ്. ഇദ്ദേഹത്തിലൂടെ തന്നെയാണ് അവരുടെ ഹദീസിന്റെ സനദുകൾ കടന്നു പോകുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്കെപ്പോഴാണ് കഴിയുന്നത്? ഇന്ന് റിയാദിലുള്ള നാം നേരത്തെ പറഞ്ഞ സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ, അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചതിന് ശേഷം, അന്ന് അദ്ദേഹം ഇദ്ദേഹത്തിൽ പഠിച്ചതിന് ശേഷം, ഇന്ത്യയിൽ ഞാൻ കണ്ട പണ്ഡിതന്മാരിൽ, എൻ്റെ അധ്യാപകരിൽ ഏറ്റവും കൂടുതൽ ജീവിത വിരക്തിയുള്ള സുഹൃദുള്ള മനുഷ്യൻ അബ്ദുൽ ഖയ്യൂം റഹ്മാനി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാടും, അത് ഏത് നാടായിരുന്നാലും, ഏത് സ്ഥലമായിരുന്നാലും, ഏത് കാലവും ഏത് ദേശവുമായിരുന്നാലും, ആളുകൾ അങ്ങനെ ഈ ഉമ്മത്തിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആദർശത്തിൻ്റെ പേരിൽ, ഈ ദീനിൻ്റെ പേരിൽ ഈ ഉമ്മത്തിന് ഞാൻ കൊടുക്കേണ്ടത് എന്താണ് എന്നാണ് അവരൊക്കെ ചിന്തിച്ചത്. ഞാൻ ഈ ഉമ്മത്തിൽ ജീവിക്കുന്നു, ഒരു മുസ്ലിം പേര് എൻ്റെ മനസ്സിൽ ഞാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു, ഒരു മുസ്ലിമിൻ്റെ വേഷധാരണം എനിക്കുണ്ട്, എൻ്റെ റേഷൻ കാർഡിൽ ഞാനൊരു മുസ്ലിമാണ്, ഇവിടുത്തെ കാനോഷിമാരിയിൽ സെൻസസിൽ ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ കുടുംബങ്ങൾ മുസ്ലിമാണ്, മുസ്ലിം പാരമ്പര്യമാണ്. പക്ഷെ ഞാൻ എന്ന ഈ വ്യക്തി, ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി എന്താണ് ഈ മുസ്ലിം സമൂഹത്തിന് നൽകിയത്? എൻ്റെ ചുറ്റുമുള്ള, എൻ്റെ നാട്ടിലുള്ള അധാർമികതയിൽ ജീവിക്കുന്ന, ശിർക്കിൽ അകപ്പെട്ട് ജീവിക്കുന്ന, ഖുറാഫാത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന് ഞാൻ എന്ന വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നിട്ട് എന്ത് നേട്ടമാണ് അതുകൊണ്ടുണ്ടായത്? ഞാൻ ഈ പറയുന്ന ഞാൻ, മുസ്ലിമായ ഞാൻ, എന്താണ് എൻ്റെ മുസ്ലിം സമൂഹത്തിന് നൽകിയത്? എന്താണ് റബ്ബിന് നൽകിയത്? എന്താണ് ഇസ്ലാമിന് നൽകിയത് എന്നത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച മുൻഗാമികളായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വലിയ പണ്ഡിതന്മാർ, അതിൻ്റെ സ്ഥാപക നേതാക്കൾ ഒക്കെയും അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയുണ്ട്, അന്നത്തെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളുണ്ട്, മലബാർ സമരം പോലുള്ള വലിയ പ്രശ്നങ്ങളിൽ അവരിൽ പലരും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, തൂക്കിലേറാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ വളരെ ക്രൂരമായ വേട്ടയാടലുകൾക്ക് ഇരയായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 1ാമത്തെ പ്രസിഡന്റ് KM മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം മാത്രം നമ്മളൊന്ന് പഠിച്ചാൽ, നമ്മൾ ഇന്ന് ഈ തൗഹീദ് പറയുന്ന, ഈ തൗഹീദ് ഉൾക്കൊള്ളുന്ന ഈ കൂട്ടായ്മയുടെ കീഴിൽ നമ്മൾ ജീവിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് വലിയ ഊർജം നൽകാൻ മറ്റ് ചരിത്രങ്ങളൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ വീടാണെന്ന പേരിൽ അദ്ദേഹത്തിന് തിരൂരങ്ങാടിയിലെ എത്ര വീടുകൾ അദ്ദേഹത്തെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ബ്രിട്ടീഷ് പട്ടാളം തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചാൽ കഴിയും. ഇവിടെ നിന്ന് അവസാനം കൊടുങ്ങല്ലൂരിലേക്ക് രക്ഷപ്പെട്ട് അവിടെ ചെന്ന് പലായനം താമസിക്കുമ്പോൾ 10-11 വർഷങ്ങൾക്കിടയിൽ 13-14 വീടുകൾ മാറി മാറി അദ്ദേഹത്തിന് താമസിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെയും ജീവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകന്മാരായിരുന്ന പലരും, അന്നത്തെ അദ്ദേഹം മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചിരുന്നു, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും അന്നത്തെ സമസ്തയുടെ പ്രസിഡന്റും ഒക്കെയായിരുന്ന ബാഫക്കി തങ്ങൾ, KM മൗലവി റഹ്മത്തുള്ളാഹിയുടെ വീട്ടിൽ അരി വെക്കാൻ പൈസയില്ല എന്നറിഞ്ഞിട്ട് അരിച്ചാക്ക് വാങ്ങി കൊടുത്ത ചരിത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മമ്പുറം ചന്തപ്പടി ഭാഗത്തുകൂടി അദ്ദേഹം നടന്നു പോകുമ്പോൾ ഐക്യസംഘത്തിൻ്റെ പേരിൽ ഐക്യക്കാരൻ എന്നും വടിമുണുങ്ങി എന്നും കുട്ടികൾ പരിഹസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും.
പരിഹസിക്കാനും നമ്മളെ നോക്കി ആർത്തുചിരിക്കാനും നമ്മുടെ ഓരോ ചെറിയ പരിശ്രമങ്ങളെയും പോയി വില കുറച്ച് കാണാനും എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിച്ചാലും അതിനെയൊക്കെ തള്ളിക്കളയാനും നിസ്സാരമാക്കി കളയാനും ചുറ്റും ആളുകൾ ഒരുപാടുണ്ടാകും എന്നതാണ് ഈ ചരിത്രങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ദൗത്യം ഏറ്റെടുത്ത ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സന്ദർഭം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചപ്പോൾ ഞാൻ കൂടുതൽ ഈ ദീന് പഠിക്കണമെന്നും ഈ ദീനിൻ്റെ ഓരോ മുതിർന്ന സ്വഹാബിമാരിൽ നിന്ന് ഇതിൻ്റെ ഓരോ ആയത്തുകളുടെ പശ്ചാത്തലം, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഓരോ ഹദീസുകൾ ഇതൊക്കെ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തിൽ ഞാൻ പല തലമുതിർന്ന സ്വഹാബിമാരുടെയും വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അൻസാരിയായ മറ്റൊരാൾ മദീനക്കാരൻ മറ്റൊരാൾ എന്നോട് ചോദിച്ചു, വാ അജബൻ ലക ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് നിന്റെ കാര്യം അത്ഭുതം തന്നെ. അദ്ദേഹം പരിഹാസത്തോടു കൂടി ചോദിച്ചതാണ്, അത്തറന്നാസ യഫ്തഖിറൂന ഇലൈക വഫിന്നാസി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻ ഫീഹിം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തലമുതിർന്ന സ്വഹാബിമാരൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ വളരെ ചെറുപ്പക്കാരായിരുന്ന 20-ൽ താഴെ വയസ്സ് പ്രായമുണ്ടായിരുന്ന ഇബ്നു അബ്ബാസ്, നിന്റെ അടുത്ത് ആളുകൾ വന്ന് നീ ദീനിനെ കുറിച്ച് ചോദിക്കുമെന്നും പഠിക്കുമെന്നും ഒക്കെയാണെന്ന് വിചാരിക്കുന്നത്? നീ ഇതൊക്കെ പഠിച്ചു വലിയ കാര്യങ്ങൾ മനസ്സിലാക്കി ദീനിനെ സംരക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്നാണോ ഇബ്നു അബ്ബാസ് നീ വിചാരിക്കുന്നത്? നിന്നേക്കാൾ എത്രയോ തല നരച്ച തലമുതിർന്ന ആളുകൾ സ്വഹാബിമാർ ഇവിടെയുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം അതൊക്കെയും വക വയ്ക്കാതെ അദ്ദേഹം മുന്നോട്ട് പഠിക്കാൻ പോയി. അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും, വലിയ സ്വഹാബിമാരുടെ വീടിന് മുന്നിൽ അദ്ദേഹം അവിടെ ചെന്ന് അവർ ഉച്ച ഉറക്കത്തിൻ്റെ സമയത്ത് നല്ല കഠിനമായ ചൂടുള്ള മണൽക്കാറ്റ് പൊടിക്കാറ്റ് വീശുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെന്ന് ഓരോ വാതിലും മുട്ടുമ്പോൾ അകത്തുള്ള സ്വഹാബി ഉറക്കത്തിലായിരിക്കും. അദ്ദേഹത്തെ വിളിച്ചുണർത്താതെ അവിടെ തന്നെ ആ വാതിലിന് പുറത്ത് അദ്ദേഹം കിടക്കും. സ്വഹാബി എഴുന്നേറ്റ് തിരിച്ചു വാതിൽ തുറക്കുമ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അല്ലയോ ഇബ്നു അബ്ബാസ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പിതൃവ്യപുത്ര, നിങ്ങൾ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് വരേണ്ട ആളാണല്ലോ ഞാൻ, ഒന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, എനിക്ക് ഇങ്ങോട്ട് വരാനാണ് താല്പര്യം, ഞാനാണ് അറിവിനാവശ്യമുള്ളവൻ, ഞാൻ ഇങ്ങോട്ടാണ് വരേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോയി അറിവ് പഠിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, പിൽക്കാലത്ത് മസ്ജിദുൻ നബവിയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ വിജ്ഞാനത്തിൻ്റെ സദസ്സ് നടക്കുമ്പോൾ അന്ന് അദ്ദേഹത്തെ പരിഹസിച്ച ആ അൻസാരിയായ മനുഷ്യൻ അതുവഴി കടന്നുപോയി. അദ്ദേഹം പിന്നീട് അവിടെ കടന്നുപോയി. വലിയ മുതിർന്ന സ്വഹാബിമാർ പോലും സംശയങ്ങൾ ചോദിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ വൈജ്ഞാനിക സദസ്സിലൂടെ അതിൻ്റെ അടുത്തുകൂടി അന്ന് പരിഹസിച്ച ആ മനുഷ്യൻ കടന്നുപോയി. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഹാദൽ ഫതാ കാന അഹ്ഖല മിന്നി. അന്ന് ഞാൻ ഇബ്നു അബ്ബാസിനെ പരിഹസിക്കുമ്പോൾ, ഇബ്നു അബ്ബാസിനെ ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന്. പക്ഷെ എനിക്കാണ് തെറ്റിപ്പോയത്, ഇബ്നു അബ്ബാസ് ആയിരുന്നു എന്നേക്കാൾ വലിയ ബുദ്ധിമാൻ എന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് അദ്ദേഹം പോയത് നമുക്കിത് കാണാൻ കഴിയും. ഈ പറഞ്ഞ മുൻഗാമികളുടെ ചരിത്രമൊക്കെയും നാം വിശദീകരിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ചരിത്രം കേൾക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമുക്കിന്ന് ലഭിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച്, നമുക്കിന്ന് ഉള്ള ഒരുപാട് അനുകൂല സാഹചര്യങ്ങളെക്കുറിച്ച്. നമുക്കിന്ന് ഇവിടെ ഇങ്ങനെ വളരെ നല്ല ഒരു കെട്ടിടത്തിൽ ശീതീകരിച്ച ഈ മുറിയിലിരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും പറയാനും എനിക്കും നിങ്ങൾക്കും ഒരു പ്രയാസവുമില്ല. അതുപോലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ മുൻഗാമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തിനായിരുന്നു അവരിതൊക്കെ ചെയ്തത് എന്ന ചോദ്യമാണ് നമ്മളോട് ചോദിക്കേണ്ടത്. എന്തായിരുന്നു അവർക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം? സ്വന്തം സമ്പത്ത് ചെലവഴിച്ചതിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു? സ്വന്തം ആയുസ്, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയം, അധ്വാനിക്കേണ്ട സമയം, യുവത്വം, ചെറുപ്പം, ഇതൊക്കെയും ഇതിനു വേണ്ടി തുലച്ചു കളയേണ്ട ആവശ്യം എന്താവശ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. നമ്മളെ മുന്നോട്ട് നീങ്ങാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യം എന്ന്. ഇത്രയേറെ അനുകൂല ഘടകങ്ങളുള്ള നമ്മൾ എത്രമാത്രം അവരോട് തുലനം ചെയ്യുമ്പോൾ പിന്നിലാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചോദ്യം കൂടിയാണത്. ഖബ്ബാബ് അറത്ത് റളിയല്ലാഹു അൻഹു, നേരത്തെ പറഞ്ഞ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിൽക്കാലത്ത് പറയുന്നത് കാണാൻ കഴിയും, ഇസ്ലാമിന് വലിയ സമ്പത്തുണ്ടായി, വലിയ സാമ്രാജ്യങ്ങൾ, പല നാടുകളിൽ ഇസ്ലാം ചെന്നെത്തി. അവിടെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് മുസ്ലിങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്ന് പെൻഷൻ കിട്ടി തുടങ്ങുന്ന ആ കാലത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ ആദ്യകാലത്ത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോടൊപ്പം ഹിജ്റ വരുമ്പോൾ, ഹാജർനാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിനോടൊപ്പം ഹിജ്റ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. നൽതമിസു വജ്ഹല്ലാഹ്,
അള്ളാഹുവിൻ്റെ വജ്ഹു മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടത്. ചില ആളുകൾക്ക് അള്ളാഹു നമ്മളിൽപ്പെട്ട ചില ആളുകൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ അവരുടെ പ്രതിഫലം തന്നു. എന്നെപ്പോലെയുള്ള അദ്ദേഹം എന്ത് പറയാണ്, ഖബ്ബാബ് പറഞ്ഞു, എന്നെപ്പോലെയുള്ള ചില ആളുകൾ ഇന്ന് ഈ ഇസ്ലാമിൻ്റെ സുഭിക്ഷതയും സമ്പന്നതയും ഒക്കെ കണ്ട് ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകി. എന്നാൽ ഇതൊന്നുമില്ലാതെ കടന്നുപോയ ആളുകളാണ് കൂടുതലുള്ളത്. മിൻഹും മുസ്അബ് ബിൻ ഉമൈറില്ലേ, അദ്ദേഹമൊക്കെ അതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മരണ സന്ദർഭത്തെ കഫൻ ചെയ്യാൻ തല മറച്ചാൽ കാല് വെളിവാകും, കാല് മറച്ചാൽ തല വെളിവാകും എന്നുള്ള സംഭവമൊക്കെ ഉദ്ധരിച്ച് അദ്ദേഹം കൂടെയുള്ള ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ വജ്ഹും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എന്തിലിറങ്ങിയോ അത് നാളെ പരലോകത്ത് സ്ഥിരപ്പെടും എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും കൃത്യമായ നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട പോയിന്റ്. മറ്റൊന്നിനും വേണ്ടിയല്ല ഞാൻ ഈ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമ്മൾ ഈ പകൽ മുഴുവൻ ഇവിടെ സംസാരിച്ചതും ഇവിടെ കേട്ടതും ഇവിടെ ഇരുന്നതും ഒക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നെങ്കിലേ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാവുന്നുള്ളൂ. അതിനൊക്കെയും നാളെ പ്രതിഫലങ്ങൾ സ്ഥിരപ്പെടുന്നു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലാണ് ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ആ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ദുനിയാവിൽ ഒരു പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും സുഖകരമായി കൊള്ളണം എന്നില്ല. അതൊരിക്കലും ചരിത്രത്തിൽ അങ്ങനെ ആയിട്ടുമില്ല. വളരെ അപൂർവം സന്ദർഭങ്ങളിലാണ് അങ്ങനെ ദീനിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ, ഈ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ച ആളുകൾക്ക് പിന്നീട് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നു എന്ന് ഖബ്ബാബ് റളിയല്ലാഹു പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു റിസൾട്ട് ജീവിതത്തിൽ അപ്പം തന്നെ തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നത്. അത് പലപ്പോഴും അതിന് നേരെ വിരുദ്ധമായിട്ടായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, ഈ ആദർശത്തെ മുറുകെ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലുണ്ടാവുക. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അളവ് പോലും പറഞ്ഞല്ലോ, യുബ്തല റജുലു അലാ ഹസബി ദീനി. ഒരു മനുഷ്യൻ്റെ ദീനിനോടുള്ള ആഭിമുഖ്യം, അതിനോടുള്ള പ്രതിബദ്ധത അത് എത്രത്തോളമാണോ അത്രത്തോളമാണ് അയാൾ പരീക്ഷിക്കപ്പെടുക. അയാളുടെ ദീൻ നല്ല ഉറപ്പുള്ളതാണെങ്കിൽ, ശരിയായതാണെങ്കിൽ, ആദർശത്തിൽ സ്ഥിരതയുണ്ടെങ്കിൽ, ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അയാളുടെ പരീക്ഷണത്തിൻ്റെ കാഠിന്യവും അതിനനുസരിച്ച് കൂടുതൽ കഠിനമായതായിരിക്കും. അയാൾ ദീനിനെ ഒരലസ മനോഭാവത്തോടെയാണ് കാണുന്നതെങ്കിൽ, ഈ പ്രവർത്തനങ്ങളെ കാണുന്നതെങ്കിൽ അയാൾക്കും ആ രൂപത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മൻ അശദ്ദുൻ നാസി ബലാഅൻ, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ആർക്കാണെന്ന് മറ്റൊരു സ്വഹാബി പ്രവാചകർ ചോദിച്ചു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന പ്രവാചകന്മാർ അൽ അംബിയ തുമ്മൽ അംസൽ ഫൽ അംസൽ, ആദ്യം പ്രവാചകന്മാർ, തുമ്മൽ അംസൽ, പിന്നെ അവരെ പോലെയുള്ള ആളുകൾ, അവരുടെ ആദർശവും അവരുടെ നയനിലപാടുകളും അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുന്ന അവരെ പോലെയുള്ളവർ, തുമ്മൽ അംസൽ, പിന്നെ അവരെ പോലെയുള്ളവർ. അഥവാ ഈ മാർഗത്തിൽ പ്രവേശിക്കുന്നത് ആരൊക്കെയുണ്ടോ അവരൊക്കെയും പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കും ഇരയായി വേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു എന്നുള്ളതാണ്. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും, ഈ ദുനിയാവിലുള്ള എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്ന, റബ്ബിന് കൊടുക്കുന്ന, നമ്മൾ ജീവിതത്തിൽ സഹിക്കുന്ന ത്യാഗങ്ങൾക്ക് പകരമായി നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരിക്കലും ഒരു മാനദണ്ഡമല്ല. ഒരിക്കലും ഒരു മാനദണ്ഡമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മുൻഗാമികൾ ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ചാൽ എന്തായിരുന്നു, നമ്മൾ നേരത്തെ ചോദിച്ച പോലെ എന്താണ് അവരെ പ്രേരിപ്പിച്ച ഘടകമെന്ന് ചോദിച്ചാൽ, ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സ്വത്ത് മുഴുവൻ ചെലവഴിക്കേണ്ട ആവശ്യം എന്തായെന്ന് ചോദിച്ചാൽ പരലോകത്ത് കിട്ടും എന്നത് മാത്രമാണ് അതിനുള്ള മറുപടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബൗദത്തിൻ, അല്ലാഹുവിനെ ഈ ദുനിയാവിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ, പടച്ചവൻ്റെ അടുത്ത് ഈ ദുനിയാവിന് മൂല്യമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു കൊതുകിൻ്റെ ചിറകിനോളമെങ്കിലും അള്ളാഹു ഈ ദുനിയാവിന് മൂല്യം കൽപ്പിക്കുമായിരുന്നു എങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ആളുകൾക്ക്, ഈ ദീനിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ദുനിയാവ് കൂടുതൽ കിട്ടുമായിരുന്നെങ്കിൽ പ്രശംസകളും ആശംസകളും ഇതുപോലുള്ള സ്വീകരിക്കലുകളും ഒക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു വേർതിരിവ് ഇല്ലല്ലോ. അങ്ങനെയല്ല കാര്യം. അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങനെ ഈ ദുനിയാവിന് എന്തെങ്കിലും ഒരു മൂല്യമുണ്ടായിരുന്നു. മാ സഖാ കാഫിറൻ മിൻഹാ ശർബതമാ, ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന, ഈ ഇസ്ലാമിനെതിരിൽ, ദീനിനെതിരിൽ ജീവിക്കുന്ന, ഇതിനെ നിഷേധിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം, ഒരിറക്ക് വെള്ളം കുടിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുമായിരുന്നില്ല. അത്രമാത്രം മൂല്യമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുനിയാവിൻ്റെ ഏതൊരു വിഭവത്തിനുമുള്ളത് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും, നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകുന്നു,
ഇനി നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓരോ നമ്മുടെ കൂട്ടായ്മയുടെ കീഴിലുള്ള പലതരത്തിലുള്ള, നേരത്തെ ഇവിടെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പലതരം ആളുകൾക്ക് വേണ്ടിയുള്ള ഫാമിലികൾ, കുടുംബപരമായിട്ടുള്ള പ്രോഗ്രാമുകൾ, ചെറിയ മക്കൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, അങ്ങനെ അല്ലാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര വിധം ഒരുപാട് തലങ്ങളിൽ, ഒരുപാട് മേഖലകളിൽ പലവിധ പ്രവർത്തനങ്ങളും സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിന് വേണ്ടിയാണ് അതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്ന ബോധം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഒരിക്കലും അതിലെന്തെങ്കിലും തരത്തിലുള്ള വെള്ളം ചെറുക്കലുകൾ നടത്താനും പാടില്ല നമ്മുടെ ഇഖ്ലാസിൽ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം മുവത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അത് ചിട്ടപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, അല്ല ഇമാം മാലിക്, നിങ്ങൾ എന്തിനാണ് ഈ മുവത്ത എഴുതാൻ പോകുന്നത്, എന്തിനാണ്? അതിനുള്ള കാരണം, അന്ന് ഇമാം മാലിക് മുവത്ത എഴുതുമ്പോൾ അന്ന് മുവത്ത എന്ന പേരിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം മാലിക് ഇന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ഒരുപാട് പേരിൽ മുവത്ത എന്ന പേരിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ അന്നുണ്ട്. അപ്പോൾ അന്നും ഇമാം മാലിക്കോട് ചോദിച്ചു, പിന്നെയും നിങ്ങൾ എന്തിനാണ് ഈ മുവത്ത എന്ന പേരിൽ കിതാബ് എഴുതാൻ പോകുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പറഞ്ഞ മറുപടി, മാ കാന ലില്ലാഹി ബഖിയ, ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണോ അത് ചെയ്യുന്നത്, അത് നിലനിൽക്കും എന്നതാണ്. ഇന്ന് ഈ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോ എവിടെയോ പഠിക്കുന്ന ഒരു ഇസ്ലാമിക വിദ്യാർത്ഥിയോട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, മുവത്ത എന്ന കിതാബ് എന്ന് പേര് പറയുമ്പോൾ തന്നെ അവൻ പറയും ഇമാം മാലിക്കിൻ്റെതല്ലേ. മറ്റൊരു മുവത്തയും ഇന്ന് ലോകത്തില്ല. ഇന്ന് ലോകത്ത് മുവത്തകളെ കുറിച്ച് പഠനം നടത്തുകയും അതിനെപ്പറ്റി പ്രതിപാദിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ പോലും മുവത്ത എന്ന് പൂർണ്ണമായി ഇന്ന് നിലനിൽക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. ചില പണ്ഡിതന്മാർ അവർക്ക് മുവത്ത എന്ന കിതാബ് ഉണ്ടായിരുന്നു എന്ന പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചില പണ്ഡിതന്മാരുടെ പേരുകളിൽ. അതല്ലാതെ മറ്റൊരു മുവത്തയും ഇന്ന് നിലനിൽക്കുന്നത്. ഇമാം മാലിക്കിൻ്റെ വാക്ക് എത്ര വളരെ ആപ്റ്റായിട്ടുള്ള വാക്കാണ് നമുക്ക് മനസ്സിലാക്കണം. ഇമാം മാലിക് അത് പടച്ചവന് വേണ്ടി ചെയ്തു. മാ കാന ലില്ലാഹി ബഖിയ, അള്ളാഹുവിന് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്? പിന്നെ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച്, റിസൾട്ടിനെ കുറിച്ച്, അതിൻ്റെ സാധ്യതയെയും കുറിച്ച് അന്വേഷിക്കുകയും അതിനെ ഇങ്ങനെ വിലയിരുത്തുകയും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ചെയ്യാനുള്ളത് ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെയും നമുക്കിങ്ങനെ ലഭിക്കുന്ന ഓരോ ഈ സംരംഭങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പരിപാടികളിലും ഒക്കെ നമുക്ക് ഭാഗവാക്കാകാൻ ലഭിക്കുന്ന അവസരങ്ങൾ അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്ന അവസരങ്ങളല്ല. അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച് നീട്ടുമ്പോൾ നാളെ ഇതേ അവസരം, ഇതുപോലൊരവസരം അള്ളാഹു നമുക്ക് മുമ്പിലേക്ക് വെച്ച് നീട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയുള്ള അവസരങ്ങളെ അള്ളാഹു നമുക്ക് നൽകുന്ന അസുലഭ നിമിഷങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ മൂല്യത്തോടു കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. സ്വഹാബിമാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും, അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണോ അതവർ കൃത്യമായി മനസ്സിലാക്കുകയും ഞാൻ അതിൽ കൃത്യമായി എൻ്റെ ഭാഗതയും നിർണ്ണയിക്കണം, അത് നിർവഹിക്കണം എന്ന നിർബന്ധ ബുദ്ധി കാണിച്ചിരുന്ന കാണാൻ കഴിയും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ഇഷ്ടക്കാരനായിരുന്ന സ്വഹാബി സഅദ് ഇബ്നു റബിയ, അദ്ദേഹത്തിൻ്റെ സ്വഹാബികളുടെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതായി ഏറ്റവും മുൻകാലത്ത് പറയാൻ കഴിയുന്നൊരു ഉദാഹരണമാണത്. അദ്ദേഹം യുദ്ധ സന്ദർഭത്തിൽ മരിക്കാനായി കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ടു, സഅദ് ജീവിച്ചിരിക്കുന്നുണ്ടോ അതല്ല രക്തസാക്ഷികളിൽപ്പെട്ടവനെന്ന് നോക്കി വരാൻ. അപ്പോൾ അദ്ദേഹത്തെ അറിയുന്ന അൻസാരിയായ സ്വഹാബി പോയി. അദ്ദേഹം ചെന്നു. അവിടെ ചെന്നപ്പോൾ മരിക്കാറായി കിടക്കുന്ന, മരണവക്തത്തിൽ കിടക്കുന്ന സഅദ് റളിയല്ലാഹു കണ്ടു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അപ്പോൾ സഅദ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എൻ്റെ സലാം പറയണം, മുസ്ലിങ്ങൾക്ക് വേണ്ടി സലാം ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയിക്കണം. എന്നിട്ട് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഈ അൻസാരിയായ സ്വഹാബിയോട് പറഞ്ഞു, എൻ്റെ ആളുകളോട്, അൻസാരികളായ ആളുകളോട് തിരിച്ച് എന്ന് പറയാനുള്ളത്, അന്ന് യുദ്ധം കഴിഞ്ഞ് മരിക്കാൻ കിടക്കുന്ന സഅദ് ഈ അൻസാരികളെ എൻ്റെ സമൂഹത്തോട് നീ തിരിച്ച് എന്ന് പറയണം. ഇന്ന സഅദൻ യഖൂലു ലഹും, സഅദ് ഇബ്നു റബിയ മരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞത് അത് ഇങ്ങനെയാണ്, ഇന്നഹു ലാ ഉസ്റ ലക്കും ഇൻദല്ലാഹി ഇൻ ഖുലിസ ഇലാ നബിയിക്കും വഫീക്കും ഐനുൻ തത്രിഫ്. നിങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണ് അടച്ചു തുറക്കാൻ കഴിയുന്നത്ര ആരോഗ്യം നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് അവശേഷിക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഒരു തരി മണ്ണ് വീണാൽ അതൊരിക്കലും പടച്ചവൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ന്യായമില്ലാത്ത കാര്യമായി മാറും. ഒരിക്കലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ തുടക്കകാലം മുഹദിൻ്റെ യുദ്ധ സന്ദർഭമാണത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലേക്ക് ഒരു തരി മണ്ണ് വീണാൽ, അൻസാരികളെ നിങ്ങൾക്കൊരു കണ്ണടച്ചു തുറക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ, അവസാനത്തെ അൻസാരിയും അത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ പിന്നെ നിങ്ങൾക്ക് ന്യായമുണ്ടാവില്ല എന്ന ബോധ്യമുണ്ടാവണം. അഥവാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ
ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഭാഗതയെ ഞാൻ നിർണയിച്ചു, എനിക്ക് ശേഷം വരുന്ന എൻ്റെ കൂടെ ജീവിക്കുന്ന ഈ ഉമ്മത്തിന് കൃത്യമായ സന്ദേശം ഞാൻ പകർന്നു കൊടുത്തു. എന്താണ് ഈ ഉമ്മത്തിന് ആവശ്യമുള്ളത്, എന്താണ് ഈ ദീനിനു വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്ന വഴി കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവരൊക്കെയും മുന്നോട്ട് പോയതും കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റസൂലിന്റെ വഫാത്തിന് ശേഷം സക്കാത്ത് നിഷേധിച്ച് ഒരുപാട് ആളുകൾ മുർത്തദ്ദായി പോയപ്പോൾ ഉമർ അള്ളാഹു അബൂബക്കർ അള്ളഹാനോട് പറഞ്ഞു, അബൂബക്കർ കുറച്ചൊക്കെ ഒരു മയം കാണിക്കാം, കുറച്ചൊക്കെ ഇവരോട് അങ്ങനെ എടുത്തു ചാടി അവരെ അങ്ങനെ യുദ്ധം ചെയ്ത് അങ്ങനൊന്നും വേണ്ട. ഉമർ അള്ളഹാനാണ് ഈ പറയുന്നത്, കുറച്ചൊക്കെ മയം കാണിച്ച് ഒരു തഅല്ലുഫിന്നാസ് വർഫഖ് ബിഹിം, അവരോട് കുറച്ച് റിഫ്ഖത്തൊക്കെ കുറച്ച് ഉദാരതൊക്കെ കാണിച്ച് അങ്ങനെ അവരെ ഇങ്ങനെ കുറച്ചൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന് ഉമർ അള്ളഹാനു പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഒരൊട്ടകത്തിൻ്റെ കയറാണ് എങ്കിലും അള്ളാഹു റസൂലിന് കൊടുത്തിരുന്ന സക്കാത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടത് അവൻ എനിക്ക് നിഷേധിക്കുകയാണെങ്കിൽ ലജാഹത്തുഹും അലൈഹി, ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം കൂടിയുണ്ട്. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട വാചകമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം കാണാൻ കഴിയും, അവയൻഖുസുദ്ദീൻ വഅന ഹയ്യ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനൊരു കുറവുണ്ടാവുകയോ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. അതെന്നെയും നിങ്ങളെയും പിടിച്ചുലക്കേണ്ട ചോദ്യമാണ്. നാം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ, ഞാൻ ഈ പ്രദേശത്ത് ജീവിക്കുമ്പോൾ അള്ളാഹു എനിക്ക് ഈ വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെ ഈ ദീൻ എന്ന വലിയ ഹിദായത്ത് എന്ന വലിയ അനുഗ്രഹം എത്തിച്ചെന്ന് ഞാനിത് അറിഞ്ഞ മനുഷ്യനായി ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ഒരു കൂട്ടായ്മയുടെ കീഴിൽ അണിനിരക്കുന്ന ആളായി ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ നാട്ടിൽ കുറേ ആളുകൾ ഇത് അറിയാതെ പോവുകയോ, എൻ്റെ നാട്ടിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കാതെ പോവുകയോ, എൻ്റെ നാട്ടിൽ ഈ നന്മ ആളുകൾ മനസ്സിലാക്കാതെ പോവുകയോ, അവയൻഖുസുദ്ദീൻ വഅന ഹയ്യ്, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് കുറവുണ്ടാവുകയോ? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ കാലത്തെ മുസ്ലിം സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ ആളുകളോട് സൂചിപ്പിക്കുന്ന ഉപദേശം അദ്ദേഹത്തിൻ്റെ ഫവായിദ് എന്ന കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ രൂക്ഷമാണ്. ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി ഒന്നും സഹിക്കാൻ തയ്യാറാകാത്ത ആളുകളെ, ഇതിൻ്റെ ചരിത്രം അറിയാത്ത ആളുകളെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് അദ്ദേഹം. ആ ഉപദേശം നമുക്ക് പറയാൻ കഴിയില്ല, ഒരു പണ്ഡിതന്റെ ശാസന എന്ന് നമുക്ക് പറയാം. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ യാ മുഖന്നസ് അൽ അസ്ം. മുഖന്നസ് എന്ന പദം എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തിൻ്റെ കുറേ അംശങ്ങൾ ചേർന്ന ആണിനാണ് അങ്ങനെ ഒരു പദം പറയുക, അഥവാ നല്ലൊരു പുരുഷനല്ലാത്ത മനുഷ്യനെ എന്നാണ് അദ്ദേഹം അഭിസംബോധന തുടങ്ങുന്നത് തന്നെ. ആ ഒരു കാര്യം തീരുമാനമെടുത്താൽ അത് ഉറപ്പില്ലാത്തവനെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നത് കാണാൻ കഴിയും. ഐന അൻത വത്വരീഖു തൈബ ഫീഹി ആദം. അദ്ദേഹം ആദം നബി അലൈഹി ഇസ്ലാമുള്ള ചരിത്രം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തുന്നു. ആദം നബി അലൈഹി ഇസ്ലാം ഉൾക്കൊണ്ട, അദ്ദേഹം പ്രബോധനം ചെയ്ത വനാഹലി അജ്ലിഹി നൂഹ് എന്ന മഹാപ്രവാചകൻ, അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ച വറുമിയ ഫിന്നാരിൽ ഖലീൽ, അള്ളാഹുവിൻ്റെ ഏറ്റവും അതിയായി ഇഷ്ടപ്പെട്ട, റബ്ബ് ഇഷ്ടപ്പെട്ട ഖലീൽ എന്ന പേര് വെക്കപ്പെട്ട ഇബ്രാഹിം, തീരറിയപ്പെട്ട അങ്ങനെ ഓരോ പ്രവാചകന്മാർ, ഇസ്മായിൽ, അങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകന്മാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആളുകൾ വളരെയേറെ സ്വന്തം പ്രാണൻ ത്യജിച്ചും നിലനിർത്തിയ, പ്രബോധനം ചെയ്ത ഈ ദീൻ, അതിനെ മനസ്സിലാക്കാതെ അതിൽ വളരെ സുഗമമായി അതിങ്ങനെ പ്രബോധനത്തിന് മുന്നോട്ട് പോകാൻ, അതിനെ ഒരു ത്യാഗവും ഒരു നമ്മുടേതായ ഒരു സംഭാവനയും നൽകാതെ ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നാണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? തുസ്ഹ അൻത ബില്ലഹ്വി വല്ലഇബ്, നീ ഇങ്ങനെ കളിയിലും ചിരിയിലും വിനോദത്തിലും ആളുകൾ എങ്ങോട്ടാണോ പോകുന്നത് ആ ഒഴുക്കിനൊത്തും നീന്തുക എന്നതാണോ നിന്റെ വിചാരം എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിച്ച് ആ ഉപദേശം അവസാനിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അത് നമുക്കെല്ലാവർക്കും ഉള്ള പാഠമാണ്. എപ്പോഴൊക്കെ നമ്മുടെ മുമ്പിൽ ഈ കൂട്ടായ്മയുടേതായിരുന്നാലും നന്മയുടേതായ ഏത് സംരംഭങ്ങൾ നമ്മൾ ഭാഗഭാക്കാകുന്നു, അതിൻ്റെ പ്രയാസങ്ങളുണ്ടാകുന്നു, അവിടെ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ, പിന്നെ അതിനുശേഷം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വലിയ വലിയ സലഫി പണ്ഡിതന്മാരുടെ ജീവചരിത്രം നമ്മുടെ മനസ്സിൽ വേണം. അവർ സഹിച്ച ത്യാഗങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. അവരൊന്നും ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ നമ്മൾ അവിടെ നിന്നും മാറി നിൽക്കുക എന്നത് തന്നെയാണ് വേണ്ടത്. നമുക്കതിൽ ഇഖ്ലാസില്ല, നമുക്ക് നമ്മളെ കൊണ്ടത് കഴിയില്ല എങ്കിൽ കഴിവുള്ള ആളുകളെ ഏൽപ്പിച്ച് നമ്മൾ മാറി നിൽക്കുക തന്നെയാണ് വേണ്ടത്. അതൊരൽപ്പം രൂക്ഷമാണ് എന്നറിയാം. പക്ഷേ നമ്മുടെ ഇഖ്ലാസ് നമുക്കതിന് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പലതവണ അത് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് കാണാൻ കഴിയും. സമ്പത്ത് ചെലവഴിക്കുന്ന രംഗം പറഞ്ഞതിനെ കുറിച്ച്, ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്തെ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ പരാമർശിക്കുന്നതിനെ കുറിച്ച് ഒക്കെ സമാനമായ പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും.
യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾ തയ്യാറല്ലേ? സൂറത്തു തൗബയിലെ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും, ഇല്ലാ തൻഫിറു യുഅദ്ദിബുകും അദാബൻ അലീമൻ. നിങ്ങൾ തയ്യാറല്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും, വളരെ വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, നിങ്ങളല്ലാത്ത ആളുകളെ അള്ളാഹു വളരെ എളുപ്പത്തിൽ കൊണ്ടുവരികയും ചെയ്യും. വലാ തദുറൂഹു ഷൈഅ, അങ്ങനെ നമ്മളിൽ ഏതെങ്കിലും ഒരാൾ മാറി നിന്നു, ഞാൻ എന്നൊരു വ്യക്തി ഇത് ദീനീ പ്രബോധനത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു, നമ്മൾ എന്നൊരു കൂട്ടായ്മ ഈ ദീനീ പ്രബോധനത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു, ഒരു നന്മയിലും നമ്മൾ ഇടപെടുന്നില്ല, നമുക്ക് സൗകര്യമില്ല എന്ന് തീരുമാനിച്ചു, അള്ളാഹുവിൻ്റെ ദീൻ വളരെ സുഗമമായി മുന്നോട്ട് പോകും. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ വിജയകരമായി അള്ളാഹുദിനെ മുന്നോട്ട് പോകും. വലാ തദുറൂഹു ഷൈഅ, അള്ളാഹുവിനെ അതുകൊണ്ടൊന്നും തളർത്താമെന്നും അള്ളാഹുവിന് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കുമെന്നും കരുതേണ്ടതില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് സ്വഹാബിമാരെ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. സമ്പത്ത് ചെലവഴിക്കുന്നിടത്തും ഇതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി, ദീനിനു വേണ്ടി സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ, വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ സമ്പത്ത് ഇറക്കുക എന്ന കുറച്ച് അല്പം നല്ല പ്രയാസമുള്ള തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രയാസം അനുഭവിച്ച് തന്നെ സാമ്പത്തികമായി ദീനിനെ സഹായിക്കുക എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനമായ പദപ്രയോഗം നടത്തി. ഹാ അൻതും ഹൗലാഇ തുദഊന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ അവർ വിളിക്കുന്നു. ഫമിൻകും മൻ യബ്ഖൽ, എന്നാൽ നിങ്ങളിൽ നിന്ന് പിശുക്ക് കാണിക്കുന്നവരുണ്ട്. വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സി, ആര് പിശുക്ക് കാണിച്ചോ അവന് നഷ്ടം എന്നല്ലാതെ, അവര് പോയി എന്നല്ലാതെ, അതല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. വല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ, അള്ളാഹുവാണ് ഏറ്റവും വലിയ സമ്പന്നനും ധന്യനുമൊന്നും മനുഷ്യരായ ദുർബലരായ ഈ ലോകത്തെ കുറച്ച് നാണയത്തുട്ടുകൾ കൊണ്ട് സമ്പത്തിനെ അളക്കുന്ന നമ്മളാണ് ഫുഖറാക്കളെന്നും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. വൈൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, അള്ളാഹു നേരത്തെ പ്രയോഗിച്ച അതേ പദപ്രയോഗം. വൈൻ തതവല്ലൗ, നമ്മളിതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാണ് എങ്കിൽ, പിന്തിരിയാനാണ് നമ്മുടെ ഭാവമെങ്കിൽ, യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനു അംസാലകും, അള്ളാഹു നിങ്ങളെക്കാൾ ഉത്തമരായ മറ്റൊരു ജനതയെ, മറ്റൊരു ആളെ, മറ്റൊരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരും, നിങ്ങളെപ്പോലെയുള്ള ദുർഗുണങ്ങളില്ലാത്ത നിങ്ങളെക്കാൾ ഉത്തമരായ ആളുകൾ എന്ന് സൂറത്ത് മുഹമ്മദിലെ അവസാനത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. ഇത് സമാനമായി നിരവധി പദപ്രയോഗങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ എന്തെങ്കിലും നമുക്കും റബ്ബിനും ഇടയിലുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ എന്തെങ്കിലും വേണം എന്നാണ് ഇതൊക്കെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതിനെന്തു ത്യാഗം സഹിക്കാനും നമ്മൾ തയ്യാറാവണം. എല്ലാവരും നിസ്കരിക്കുന്നു, എല്ലാവരും നോമ്പെടുക്കുന്നു, എല്ലാവരും കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, എല്ലാവരും പരിപാടികൾ നടത്തുന്നു, എല്ലാവരും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു, എന്നാൽ പിന്നെ ഞാനും ചെയ്തേക്കാം എന്ന ചിന്തയല്ല നമുക്ക് വേണ്ടത്. ഞാൻ നാളെ റബ്ബിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടികളായി ചെയ്തു പോയ ചില കാര്യങ്ങളല്ലാതെ എന്താണ് എനിക്ക് റബ്ബിന് എന്താണ് കൊടുക്കാനുള്ളത്, എനിക്ക് എന്താണ് എൻ്റെ റബ്ബിന് സമർപ്പിക്കാനുള്ളത്, ഞാൻ എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകന് വേണ്ടി ചെയ്തത്, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഞാൻ എന്ന വ്യക്തി എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താണ് ചെയ്തത്, എന്ത് സംഭാവനയാണ് എൻ്റേതായി എനിക്ക് ദീനിനുള്ളത് എന്ന ചോദ്യം നമുക്കുണ്ടാവണം. ആയിഷ റളിയല്ലാഹു അൻഹയെ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ ചിന്തകളുടെ രീതി എങ്ങനെയാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന സംഭവം. ആടിനെ അറുത്ത്, പ്രവാചകൻ്റെ വീട്ടിൽ ആടിനെ അറുത്ത് എല്ലാവർക്കും വിതരണം ചെയ്തു. ആയിഷ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ബഖിയ മിൻഹ, ആയിഷ എന്താണ് അതിൽ നിന്ന് ബാക്കിയുള്ളത്, ആ മാംസത്തിൽ നിന്ന്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബഖിയ കുല്ലുഹാ ഗൈറുക മാ ബഖിയ മിൻഹ ഇല്ല കതിഫുഹ, ആ ആടിൻ്റെ കത്തിഫ്, ചുമൽ ഭാഗത്തുള്ള, മുൻകാലിൻ്റെ ഭാഗത്തുള്ള മാംസം അതൊഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ ദാനം ചെയ്തു. ബാക്കിയൊക്കെ നമ്മൾ ആകെ ബാക്കിയായത് ഇത് മാത്രമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ചിന്തിച്ചാലോ, എങ്ങനെ ചിന്തിച്ചാലോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരെ ഇങ്ങനെ ചിന്തിക്കുക. എങ്ങനെ? ബഖിയ കുല്ലുഹാ ഗൈറു കതിഫിഹാ, ആകെ ബാക്കിയായത് ഇത് മാത്രം എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ കൊടുത്തൊഴിവാക്കിയത് എന്താണോ, ദാനം ചെയ്തതെന്താണോ, ധർമ്മം ചെയ്തതെന്താണോ, അതാണ് യഥാർത്ഥത്തിൽ ബാക്കിയത്. നമ്മുടെ നാളത്തെ അക്കൗണ്ടിൽ അതാണ് വരവ് വെച്ചിട്ടുള്ളത്. ഇത് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അത് ബാക്കിയായിട്ടില്ല. അതിനി നമ്മൾ ഒരാൾക്ക് കൊടുക്കണം, അത് ഉപയോഗിക്കണം, ദാനം ചെയ്യണം. അപ്പോൾ പടച്ചവരെ അടുത്തത് ബാക്കിയായി എന്ന് നമുക്ക് പറയാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അല്ലാഹു സൂറത്ത് യാസീനിലൂടെ പറഞ്ഞതുപോലെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതിൻ്റെ ബാക്കി പത്രങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുന്നു. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ മാ ഖദ്ദമു, അവർ ചെയ്തത് മാത്രമല്ല, വആസാറഹും, അതിൻ്റെ ശേഷിപ്പുകൾ, ബാക്കി പത്രങ്ങൾ കൂടി നാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു വചനത്തിലെ ആ ഭാഗം അത് നമ്മുടെ ജീവിതത്തിൽ
ഈ ഒരു പാഠം നൽകുന്ന ഭാഗമാണ്. നമ്മളിവിടെ നിന്ന് ജീവിച്ച് മരിച്ചു പോകുമ്പോൾ, നമ്മളിവിടെ ഇത്ര കാലം ഒരു സ്ഥലത്ത് നമ്മുടെ ശാരീരികമായി നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബാക്കി പത്രമായി എന്താണ് ശേഷിക്കുന്നത്? നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി, നമ്മളൊരു കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ അതുകൊണ്ടുണ്ടായി, ഒരുപാട് ആളുകൾ ഇത് അറിഞ്ഞു. എന്താണ് അതിൻ്റെ ബാക്കി പത്രമായി ഉണ്ടായത്? നാളെ റബ്ബിൻ്റെ മുമ്പിൽ എന്താണ് അതിൻ്റെ ശേഷിപ്പായി നമുക്ക് കാണിക്കാനുള്ളത്? എന്താണ് അള്ളാഹുവിന് വേണ്ടി നമുക്ക് സംഭാവന ചെയ്യാനുള്ളത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. നമ്മുടെ ഈ നാട്ടിൽ നിന്നോ ജീവിച്ചു മരിച്ചുപോയി എന്നതിൻ്റെ അടയാളപ്പെടുത്തൽ എന്താണ്? അത് ആളുകൾ അറിയണം എന്നല്ല, റബ്ബിൻ്റെ മുമ്പിൽ കാണിക്കാൻ എന്താണ് നമുക്കുള്ളത് എന്നതാണ്. ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു ഫിത്നയായിരുന്നു കുരിശുദ്ധം എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ കുരിശുപടയാളികൾ മുസ്ലിം സമൂഹത്തെ മുഴുവൻ നാശവൽക്കരിച്ച് കണ്ണിൽ കാണുന്ന പട്ടണങ്ങളെയൊക്കെ തകർത്ത് മുന്നേറിയ അവസാനം ബൈത്തുൽ മുഖദ്ദസ് ചോരപ്പുഴയൊഴുക്കി കീഴടക്കുന്നത് വരെയുള്ള ഒരു യുദ്ധ പരമ്പര. അതിൻ്റെ ഇടയ്ക്ക് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചുപിടിക്കാൻ ശ്രമിച്ച വലിയ ഇസ്ലാമിക ലോകത്തെ വലിയ സേനാനായകന്മാരും രാജാക്കന്മാരിലും ഒരാളായിരുന്നു നൂറുദ്ദീൻ സൻകി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ന് ബൈത്തുൽ മുഖദ്ദസിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള മിമ്പർ നമുക്ക് കാണാൻ കഴിയും. അത് അന്നത്തെ കാലത്ത് കുറച്ചു കാലം, നൂറ്റാണ്ടുകൾ മുമ്പ് വരെ സലാഹുദ്ദീൻ്റെ മിമ്പർ എന്നറിയപ്പെട്ട മിമ്പറായിരുന്നു. മിമ്പറു സലാഹുദ്ദീൻ അയ്യൂബി, സലാഹുദ്ദീൻ അയ്യൂബി പണി കഴിപ്പിച്ച മിമ്പർ. പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അല്ല ആ മിമ്പർ പണി കഴിപ്പിച്ചത്. അതിനൊരു ചരിത്രമുണ്ട്. നമ്മുടെ ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വെച്ച് ആലോചിക്കാൻ കഴിയുന്ന ഒരു ചരിത്രം. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ ആ ഭരണകൂടത്തിൻ്റെ ചെങ്കോലേറ്റെടുക്കുന്നതിനും തൊട്ടു മുമ്പത്തെ ഭരണാധികാരി നൂറുദ്ദീൻ സൻകി എന്നറിയപ്പെടുന്ന മനുഷ്യൻ, അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നതിനും 19 വർഷം മുൻപ് ഇന്നത്തെ സിറിയയിലെ ഹലബിൽ, അലപ്പോയിൽ വെച്ച് നിർമ്മിച്ചതാണ് ആ മിമ്പർ. ദൂരങ്ങൾക്കപ്പുറത്ത് 19 വർഷങ്ങൾക്ക് മുമ്പ് നൂറുദ്ദീൻ സൻകി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്ന് കുരിശുപടയാളികളുടെ കയ്യിലുള്ള ബൈത്തുൽ മുഖദ്ദസ് അത് ഞാൻ കീഴടക്കും. അവിടുത്തെ ആദ്യത്തെ ജുമുഅയിൽ അവിടുത്തെ ഖുത്ബ പറയാൻ വേണ്ടി അവിടുത്തെ മിമ്പർ ഞാൻ പണി കഴിപ്പിക്കും. എന്നാൽ പിന്നെ നാളെ ചെയ്യാം എന്നല്ല, കീഴടക്കിയിട്ട് ചെയ്യാം എന്നല്ല, അത് ഇന്നേ ഹലബിൽ, സിറിയയിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരമുണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹം പണി കഴിപ്പിച്ചു വെച്ചു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമല്ല ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയത്. 19 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമി, അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലെ സേനാനായകൻ കൂടിയായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി പിന്നീട് രാജാവായി അവിടെ ചെന്നു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി. അന്ന് തൻ്റെ മുൻഗാമി നൂറുദ്ദീൻ സൻകി റഹ്മത്തുള്ളാഹി അലൈഹി പണി കഴിപ്പിച്ച ആ മിമ്പർ അവിടെ പ്രതിഷ്ഠിച്ചു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും, നമ്മൾ ഈ ജീവിതത്തിൽ ജീവിച്ചു പോകുന്ന ഓരോ നിമിഷങ്ങൾക്കും നാളെ പഠിച്ചവൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെങ്കിൽ ഞാനും നിങ്ങളും എന്താണ് ഈ നിമിഷങ്ങൾ കൊണ്ട്, ഈ സമയം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചത്, എന്താണ് ബാക്കിയാക്കിയത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അത് നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കണം. എന്നതിന് വേണ്ടിയിട്ടാണ്, എനിക്കും നിങ്ങൾക്കും ഒരു പാഠം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സൂചിപ്പിച്ചത്. എന്തെങ്കിലും നമുക്ക് ഉണ്ടാകണം. എല്ലാവരും ചെയ്യുന്നതിനോടൊപ്പം കൂടി ചെയ്യുക എന്നതല്ല. നമ്മൾ നിർമ്മിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു കിണറുണ്ടാകണം. നമ്മൾ നിർമ്മിച്ച ഏതെങ്കിലും ഒരു പള്ളിയുടെ ഒരു നിർമ്മാണത്തിൽ നമ്മുടെ ഒരു ഭാഗധേയം അവിടെ ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, മുസ്ലിം സമൂഹത്തിനാകമാനം എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനയോ, നമ്മുടെ ഊർജമോ, നമ്മുടെ സമ്പത്തോ, നമ്മുടെ സമയമോ, ആരോഗ്യമോ, ഇടപെടലോ, ഒരു പരിപാടിയിലെ നമ്മുടെ സാന്നിധ്യമോ എന്തായാലും ശരി, നാളെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ അങ്ങനെ ചില ബാക്കി പത്രങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടാകണം. അപ്പോഴാണ് ചില മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് പറയുന്നത് പോലെ അവരുടെ ജീവിതത്തിൻ്റെ ആ അവസാന ഘട്ടം വരെ അവർ മനസ്സിലാക്കി ഖബർ വരെ കുഴിപ്പിച്ചു പോയ പണ്ഡിതന്മാരെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ബാക്കി പത്രങ്ങളായി ഉണ്ടാകണമെന്ന കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്ന ആളുകൾ. കെ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അതിലൊരാളാണ്. 1964 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ജനാസ കൊണ്ടുപോകുമ്പോൾ തിരൂരങ്ങാടി ചെനക്കൽ പള്ളിയിൽ ചെന്ന ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി കുഴിച്ചു വെച്ചിരുന്ന ഖബർ കണ്ടു. അതിലാണ് അദ്ദേഹത്തെ അടക്കിയതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം. സ്വന്തം ഖബറും സ്വന്തം ജീവിതത്തിൻ്റെ അവസാനവും വരെ പ്ലാൻ ചെയ്ത് മരിച്ചുപോയ മഹാത്മാക്കളായ പണ്ഡിതന്മാർ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് അത്ഭുത കഥകളിലെയോ മാന്ത്രിക കഥകളിലെയോ വലിയ എന്തെങ്കിലും തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് എന്ന് നമ്മൾ കരുതണ്ട. അതൊക്കെ ഈ നമുക്ക് തൊട്ട് മുമ്പ് നമ്മുടെ നാട്ടിൽ ജീവിച്ചു മരിച്ചുപോയ പണ്ഡിതന്മാർ പോലും അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ റബ്ബിന് വേണ്ടി എന്തെങ്കിലും ആധാറുകൾ, ബാക്കി പത്രങ്ങൾ ബാക്കിയാക്കി ഇവിടെ ജീവിച്ചു എന്നതിന് റബ്ബിൻ്റെ അടുക്കൽ എന്തെങ്കിലും തെളിവുണ്ടാക്കി അള്ളാഹുവിന് വേണ്ടി, ഈ ദീനിന് വേണ്ടി എന്തെങ്കിലും സംഭാവനകൾ സ്വന്തം ജീവിതം കൊണ്ട് അർപ്പിച്ച് ത്യാഗങ്ങൾ സഹിച്ചു മുന്നോട്ട് പോകാൻ
അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.